മന്ത്രി ഇടപെടുമോ? മംഗളം സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 എൻട്രൻസ് പരീക്ഷകൾ ഒരുമിച്ച് വന്നതോടെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. രക്ഷിതാക്കളും ആശങ്കയിലാണ്. ഇത് സംബന്ധിച്ചുള്ള ആശങ്ക പരാതിയായി മെയിൽ അയച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്നതാണ് ഏറെ വേദനാജനകമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. ഞാൻ ക്ലീ എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടും കേരള സ്റ്റേറ്റിന്റെ എക്സാം ആയിരുന്നു. ക്ലീ എന്ന് പറഞ്ഞിട്ട് ലോയിന്റെ എക്സാമും പിന്നെ KSTAT എന്ന് പറഞ്ഞിട്ട് ഡിസൈനിങ്ങിന്റെ ഒരു എക്സാമും കേരള സ്റ്റേറ്റ് നടത്തുന്ന എൻട്രൻസ് എക്സാം. ഇത് രണ്ടിനും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഡേറ്റ് വന്നപ്പം രണ്ടും 28 ജൂണിന്, ടൈമിങ്ങും രാവിലെ. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒന്നേ ഇനിയിപ്പോ എഴുതാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനും അച്ഛനും ഇമെയിൽ അയച്ചായിരുന്നു ചീഫ് മിനിസ്റ്ററിനും പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എൻട്രൻസ് എക്സാമിന്റെ ഇത് കൺസേൺ പറഞ്ഞുകൊണ്ട് ഇട്ടായിരുന്നു. പക്ഷെ അത് കണ്ടിട്ടില്ല, റിപ്ലൈ ഒന്നും വന്നില്ല. പിന്നെ ഇനിയിപ്പോ ഏതെങ്കിലും ഒന്ന് എഴുതാമെന്നുള്ള ഇതിൽ ഇരിക്കുന്നു, കാരണം ഡേറ്റ് മാറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. എന്റെ അറിവിൽ ആരും അങ്ങനെ വേറെ എന്റെ ക്ലാസ്മേറ്റ്സ് ആരും കൊടുത്തിട്ടില്ല. അപ്പൊ എനിക്ക് 2 എക്സാമും എഴുതുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. പക്ഷെ അങ്ങനെ ആൾക്കാർ കാണും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഏതെങ്കിലും ഒരു എക്സാമിന്റെ ഡേറ്റ് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ, ഇപ്പം നമ്മള് എല്ലാം ഇങ്ങനെ എഴുതുന്നുണ്ടല്ലോ. ഇപ്പം ഇത് നമ്മളൊരു ആഗ്രഹത്തിന്റെ ഇതിൽ നമ്മൾ എഴുതുന്നതാണ് ഒരു ഇതിൽ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സെയിം ഡേറ്റിനായി പോയി എന്നുള്ള രീതിയിൽ ഒരു എക്സാം എനിക്ക് എഴുതാൻ പറ്റാതാവുമ്പോ അത് വിഷമമുണ്ട്. ലൈക്ക് നമ്മൾ എല്ലാം എഴുതുന്നുണ്ടായെന്ന് വിചാരിച്ചിട്ടാണ്. എന്റെ മകള് 2 എൻട്രൻസ് എക്സാം, രണ്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റേതാണ്. ഒന്ന് ക്ലീ ലാ എൻട്രൻസ് എക്സാം ആണ്. അത് കേരള ഗവൺമെന്റിന്റെ ലാ എൻട്രൻസ് എക്സാം ആണ് ക്ലീ. അതും KS BAT, അതായത് ഡിസൈൻ, ബാച്ചലർ ഓഫ് ഡിസൈനിന്റെ എൻട്രൻസ് എക്സാമും. രണ്ടും 28 ജൂൺ 2026 ഞായറാഴ്ച ദിവസം. രണ്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയാണ്. ഇത് എങ്ങനെയാണ് അവര് സജഷൻ ചെയ്തതെന്ന് അറിയത്തില്ല. എന്റെ മകള് വന്നിട്ട്, എന്റെ മകളെ പോലെ പല കുട്ടികളും അവരുടെ പല കൂട്ടുകാരും ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏതിലാണ് സ്കോർ കിട്ടുന്നത്, ഏതിലാണ് മെറിറ്റ് കിട്ടുന്നത് അനുസരിച്ച് അവർ പോകാൻ വേണ്ടിയാണ് അത് അങ്ങനെ എഴുതും. ഒരേ വകുപ്പിന്റെ തന്നെ 2 എൻട്രൻസ് എക്സാം ഒരേ ദിവസം നടത്തുമ്പോൾ കുട്ടികൾ എങ്ങനെ എഴുതുക? അത് വലിയ ബുദ്ധിമുട്ടായിരിക്കുക. രണ്ടിന്റെയും ഞാൻ ഇതിനു മുമ്പ് മെയിൽ അയച്ചിരുന്നു. പിന്നെ നമ്മുടെ ചീഫ് മിനിസ്റ്ററിന് വരെ മെയിൽ അയച്ചിരുന്നു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് മെയിൽ അയച്ചിരുന്നു. എല്ലായിടത്തും എവിടെയൊക്കെയാണ് എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അവർക്കെല്ലാം മെയിൽ അയച്ചു. എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് അയച്ചു. ഇതുവരെ ആരെയും റിപ്ലൈ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഏതായാലും ഈ വിഷയം മംഗളം TV ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേരളത്തിൽ നിയമബിരുദ കോഴ്സുകളായ 3 ഇയർ LLB, 5 ഇയർ LLB, LLM എന്നിവയിൽ പ്രവേശനം നേടുന്നതിനായി കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻസ് കേരള നടത്തുന്ന സംസ്ഥാനതല പ്രവേശന പരീക്ഷയാണ് ക്ലീ. കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നത് കേരളത്തിലെ വിവിധ കോളേജുകളിലെ 4 വർഷത്തെ ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ്. കേരള സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് വേണ്ടി LBS സെന്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഈ പരീക്ഷ നടത്തുന്നത്.